ചപ്പാത്തിക്ക് മാവ് കുഴച്ച് ഒരെണ്ണം ഞാൻ പരത്തി, ബാക്കിയുള്ളത് ചൂടാം. അപ്പോഴേക്ക് ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനും ചൂടാവട്ടെ, അപ്പോഴേക്കും നമുക്ക് ഒരെണ്ണം ഇടാം കേട്ടോ. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ, നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തിക്കകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ഉണക്ക ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയുടെ പുറത്ത് ഇങ്ങനെ ബബിൾസ് വരുമ്പോഴത്തേക്കും നമുക്കത് മറിച്ചിടാം. ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്കും അതിന് ബബിൾസ് വരാൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്കത് മറിച്ചിടാം. നന്നായിട്ട് പൊങ്ങിക്കഴിഞ്ഞത് ഇനി മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ടിട്ട് നമ്മൾ തൊടണ്ട. ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡുകളൊന്നിങ്ങനെ ആക്കി കൊടുക്കാം. കണ്ടോ, ചപ്പാത്തി ഒരൊറ്റ കോമളയായിട്ട് വരണ കണ്ടോ. നല്ല പഞ്ഞി പോലുള്ള ചപ്പാത്തിയുള്ളത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു ചപ്പാത്തി കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ചപ്പാത്തി അതേപോലെ തന്നെ നല്ല ബബിൾസ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒന്ന് അനങ്ങാതെ നിൽക്കുക. അതിൻ്റെ സൈഡൊന്ന് പൊക്കി കൊടുക്കുക. വളരെ ഫുൾക്ക ചപ്പാത്തി പോലെയല്ലേ വന്നിരിക്കുന്നത്, നോക്കി. ചപ്പാത്തി നന്നായിട്ട് വേവണം കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ചപ്പാത്തിയാണ്, അതായത് 5ാമത്തെ ചപ്പാത്തി. അതിട്ട് കൊടുക്കുക. അതൊന്ന് പൊളച്ച് വരട്ടെ. അപ്പോഴേക്കും ഇവിടുത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ തൂക്കുക. ഇത് മറിച്ചിടാറായിട്ടില്ല, അതിന് കൊമ്പളകൾ വന്നു തുടങ്ങിയിട്ടില്ല. ഇതാ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തുടരുത് കേട്ടോ. അത് മേലെ ഞെക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ഫുള്ള് വന്നു കഴിയുമ്പോഴത്തേക്കും വേണം അതിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്ക്, 1 സെക്കൻഡല്ല 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് പതിയെ ഒന്നിങ്ങനെ ഞെക്കി കൊടുക്കാം. വേണ്ട, ഞെക്കും പറയാൻ വേണ്ട. പതിയെ ഒന്ന് മറിച്ചിടാം. ചപ്പാത്തിയുടെ പണി കഴിഞ്ഞു. ഈ കറി ഉണ്ടാക്കണം. മുട്ടക്കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കുമ്പോൾ മുട്ട തീർന്നിരിക്കണം. എന്നാൽ പിന്നെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉരുളക്കിഴങ്ങും സവോളയും ഒരു വെളുത്തുള്ളി പച്ചമുളകും എല്ലാം കൂടി ഞാൻ അരിഞ്ഞിട്ട് കുക്കറിനകത്ത് വേവിക്കാൻ പോവാണ്. ഈ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെറുതെ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി കടുക് തളിക്കും, ഉണക്കമുളകും കൂടി തളിച്ചിട്ട് നമ്മൾ എടുക്കണത്. ഇതിനകത്ത് വേറെ പരിപാടികളൊന്നുമില്ല. ഭയങ്കര എളുപ്പമാണ്, ടേസ്റ്റുമാണ് ഈ കറി.
അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്ലീസ് മറന്നു പോകരുത്. നമുക്കിനി കൊഴുവ, കഴിഞ്ഞ ദിവസം ഞാൻ കൊഴുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഴുവ ഒരു പീര വെക്കാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പുളി, മഞ്ഞൾപ്പൊടി, അത്രയേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ പൊടിയായിട്ട് ഇടുന്നത്. മുളക് പൊടി ഇടുന്നില്ല, ഞാൻ പകരം പച്ചമുളകാണ് ഇതിനകത്ത് ഇടുന്നത്. നമുക്കിതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടപ്പ് കത്തിക്കാം. അടപ്പ് കത്തിച്ച് ഇതങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് ഗ്യാസിൻ്റെ മണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക്. അത് വേവാനുള്ള വെള്ളം അത് മതി. ഇനി മൂടി വെക്കാം. പിന്നെ ഈ കൊഴുവ തന്നെ തേങ്ങയും മുളക് അരച്ച് വെക്കാനായിട്ടുള്ള ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ തേങ്ങ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞങ്ങൾ ഇടാറില്ല. അപ്പോൾ അത്രയും സാധനങ്ങൾ ഇട്ട് നമുക്ക് കറി വെക്കാം. അന്നേരം കറി വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് മറ്റേ അടുപ്പത്തേക്ക് മീൻ കറിക്കുള്ള അരപ്പ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ തുണി ഇറക്കാനിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കണമെങ്കിൽ ഇവിടെ നല്ല മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴ. ഇന്നലെയൊന്നും തോർന്നിട്ടേ ഇല്ല. ഇത്രയും സമയം കൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ തുണിയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നത് കാരണം. ഇനി പിന്നെ കാണാം കേട്ടോ. മീൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിനി ഇത് മാറ്റി കോഴിനകത്തേക്ക് ഇടാം. കൊഴുവ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കൊഴുവ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് അവിടെ നിന്ന് വേഗട്ടെ. അപ്പോഴേക്കും ഞാൻ എൻ്റെ തുണി വിരിക്കട്ടെ. ചോറ് ഞാൻ പറഞ്ഞിട്ടില്ലേ 2-3 ദിവസത്തേക്ക് ഒരുമിച്ച് വെക്കണമെന്ന്. 2-3 ദിവസത്തേക്കല്ല, ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ പാത്രത്തിനകത്താക്കി, ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്, 2 പാത്രത്തിനകത്താക്കി. നമുക്ക് ആവശ്യമുള്ള എടുത്ത് ചൂടാക്കി എടുക്കും ഉച്ചയ്ക്ക്. നല്ല ഫ്രഷ് ഇപ്പം വെച്ച ചോറ് പോലെ തന്നെ ഇരിക്കുന്നത്. അത് മതി ചോറിന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഉച്ചയ്ക്ക് എനിക്ക് ഒരു പിടി ചോറേ ഉണ്ണാൻ പാടുള്ളൂ. അരി ഭക്ഷണം കഴിക്കരുതെന്നാണ്. എന്നാലും ഞാൻ കഴിക്കിട്ടില്ല. ദോശ, പുട്ട്, അപ്പം ഒക്കെ ഞാൻ 1-2 ഒക്കെ വെച്ച് കഴിക്കും. ഉച്ചയ്ക്ക് ചോറ് ഒരു പിടി, അതിന് കറികൾ, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്ലീസ്. ഞാനിത് ഡെയിലി പറയുമ്പോൾ നോക്കുള്ളൂ. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എനിക്ക് കൂടുന്നതേ ഇല്ല. എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണേ. ഞാൻ വേറൊരു സഹായങ്ങളും ചോദിക്കില്ല, അതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് എണ്ണം കൂട്ടിത്തരണം കേട്ടോ. പിന്നെ നമ്മളുടെ പണി കഴിയുമ്പോഴത്തേക്കും ഈ അടുക്കളയുടെ ഈ ഭാഗം എണ്ണയൊക്കെ തെറിക്കൂടാ. അപ്പോൾ ഡെയിലി തൂത്തുകളഞ്ഞില്ലെങ്കിൽ ഒരു കീല് പോലെ ആവുന്നത്. അപ്പോൾ അവിടെയും ഡെയിലി തൂത്ത് വരുന്നില്ലെങ്കിൽ പിന്നെ വാഷ് ബേസിനൊക്കെ എല്ലാ ദിവസവും കഴുകണം. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒന്നും കഴുകാറില്ല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ എനിക്ക് മടിയാകുമ്പോൾ ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ എഴുന്നേറ്റ് പോകും.